ഹായ് ആൾ, വെൽക്കം ബാക്ക്. അപ്പോ നമ്മളെ സോഷ്യലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യലിന്റെ എത്രാമത്തെ ചാപ്റ്റർ നമ്മൾ എത്തിയത്? 9ാമത്തെ ചാപ്റ്റർ യൂണിറ്റ്. 9th യൂണിറ്റ് ആണ് മാം. ഇനി എടുക്കേണ്ടത് 9th യൂണിറ്റ് ആണ്. ആ 9th യൂണിറ്റ് സത്യം പറഞ്ഞ ഈ മെസ്സേജ് എന്റെ ലാപ്പിൽ ലോഡല്ല കേട്ടോ. എന്റെ ആ മെസ്സേജ് ലാപ്പിൽ ഇല്ല. എന്തോ ഒരു എറർ സംഭവിച്ചു. ചാപ്റ്റർ കഴിഞ്ഞോ കംപ്ലീറ്റ്? ഇന്നലെ കഴിഞ്ഞു വിൻസിമ. ഇന്നിപ്പോ 9th ചാപ്റ്റർ ആണ്. 9th നമുക്കൊരു കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ് അഗ്രഷൻ. ഒന്നും അത്ര വലുതല്ലെങ്കിലും അഗ്രഷൻ ഉണ്ട് അല്ലേ? അഗ്രഷൻ, ദേഷ്യം, അഗ്രഷൻ. ഓക്കെ, അപ്പോ അഗ്രഷൻ അഗ്രഷനാണ്, സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അഗ്രഷൻ അതിന്റെ ഇന്റൻഷനോടെ, അതായത് നമുക്ക് താല്പര്യത്തോടെ നമ്മൾ ഉപദ്രവിക്കണം എന്ന ഉദ്ദേശത്തോടെ ഫിസിക്കലിയോ മെന്റലിയോ ഒരാളെ എന്താ പറയാ ഉപദ്രവിക്കുന്നതിനെയാണ് നമ്മൾ അഗ്രഷൻ എന്ന് പറയുന്നത്. തെറി വിളിക്കുക, ഗോസിപ്പ് പറയുക, തല്ലുക, കുത്തുക, ചവിട്ടുക, ഇതൊക്കെയും അഗ്രഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അഗ്രഷൻ എന്ന് പറയുന്നത് നോക്കാം എന്താണ്. Aggression meaning and forms. Aggression represent a completely opposite axis of social behavior. Social behavior opposite ആണ്. സമൂഹത്തിന് നല്ലത് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കമ്പാർഡ് ടു പ്രോ സോഷ്യൽ ബിഹേവിയർ, ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഒക്കെ നേരെ. അതായത് സോഷ്യൽ ബിഹേവിയർ ആയിട്ടുള്ള പ്രോ സോഷ്യൽ ബിഹേവിയർ, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുക, ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ, ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അഗ്രഷൻ എന്ന് പറയുന്നത്. It involves behavior aimed at causing physical or psychological harm to another person. കേട്ടോ, ബിഹേവിയർ എയിംഡ്, നമ്മൾ എയിം ചെയ്യാണ് എന്ത്? ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഹാം ടു അനദർ പേഴ്സൺ. അഗ്രഷൻ ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് ഉണ്ട്. ഫിസിക്കൽ വയലൻസ്, വെർബൽ ഹോസ്റ്റിലിറ്റി, തെറി വിളിക്കുക, നോൺ വെർബൽ ഗെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളത്, ഇംപ്ലൈങ് ത്രെറ്റ് ഓർ വയലൻസ്, അല്ലെങ്കിൽ അങ്ങനൊക്കെ പറയും. ഇതൊക്കെയാണ് അഗ്രഷൻ എന്ന് പറയുന്നത്. വെർബൽ അഗ്രഷൻ ഇൻവോൾവ്സ് ഇമോഷണലി ഹേർട്ടിങ്. കേട്ടോ, വെർബൽ അഗ്രഷനിൽ ഇമോഷണലി ഹേർട്ട് ചെയ്യുക, അതേഴ്സ് ത്രൂ ഹോസ്റ്റൈൽ ലാംഗ്വേജ്, തെറി വിളിക്കുക. പാസീവ് അഗ്രഷൻ ഇൻഡയറക്റ്റ്. കേട്ടോ, പാസീവ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഡിസ്പ്ലഷർ ഓർ സട്ടിൽ ആംഗർ. ഇൻഡയറക്റ്റ് ആണ്, അതാണ് എന്ത്? ഗോസിപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, വെർബൽ അഗ്രഷൻ എന്ന് പറയുന്നത് ഇമോഷണലി ഹേർട്ട് ചെയ്യുക ഹോസ്റ്റൈൽ ലാംഗ്വേജിലൂടെ. പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. മാനിഫെസ്റ്റ് ആസ് ഡെലിബറേറ്റ്ലി നോട്ട് completing assigned task or doing them with poor quality as an indirect way of aggression. അതായത് വേറൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അവരുടെ വർക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സ് നമ്മുടെ മാർക്ക് കുറയ്ക്കുന്നത്, ഇന്റേണൽസ് ഒക്കെ കുറയ്ക്കുന്നത് പാസീവ് അഗ്രഷൻ. ഓക്കെ, അപ്പൊ അഗ്രഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആക്സിസ് ആണ്. അത് മറ്റൊരാള് സൈക്കോളജിക്കലി ഫിസിയോളജിക്കലി ഹാം ചെയ്യുക എന്നാണ്. ഒരുപാട് ഫോം ഉണ്ട്. ഫിസിക്കൽ വയലൻസ്, വെർബൽ ഹോസ്റ്റിലിറ്റി, നോൺ വെർബൽ ഗെസ്റ്റേഴ്സ്, ത്രെറ്റ് ആണ് ഇംപ്ലൈ ചെയ്യുന്നത്. വെർബൽ അഗ്രഷൻ ഇമോഷണലി ഡാമേജ് വരുത്തുക, ഇമോഷണലി ഹേർട്ട് ചെയ്യാന്നുള്ളത്. ഇൻഡയറക്ട്ലി ആക്ട് പ്രകടിപ്പിക്കുക. ഒന്നുകിൽ അവരെ എന്താ പറയാ ഗോസിപ്പ് പറയുക, അല്ലെങ്കിൽ അവർ ചെയ്ത വർക്ക് കുറയ്ക്കാൻ, വർക്ക് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് അഗ്രഷൻ എന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് തിയററ്റിക്കൽ അപ്രോച്ചസ്. എന്തുകൊണ്ട് അഗ്രഷൻ വരുന്നു എന്നുള്ള ഒത്തിരി തിയറി ഉണ്ട്. അഗ്രഷന്റെ കാരണങ്ങൾ പറയുന്നു. കോഴ്സസ് ഓഫ് അഗ്രഷൻ ഉണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. അഗ്രഷൻ എങ്ങനെ കുറയ്ക്കാം, റെഡ്യൂസിങ് അഗ്രഷൻ, ഇത് മൊത്തം അഗ്രഷൻ ആട്ടോ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാൻ വേണ്ടി ഉള്ളത്. അപ്പൊ ആദ്യം പറയാൻ പോകുന്നത് അഗ്രഷന്റെ കാരണങ്ങളാണ്.
തിയററ്റിക്കൽ അപ്രോച്ച് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം അഗ്രഷൻ വരുന്നതെന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. ആദ്യം ബയോളജിക്കൽ അപ്രോച്ചസ് ആണ്. അതായത് ബയോളജിക്കൽ ഫിസിയോളജി വിശ്വസിക്കുന്നവർ പറയുന്നത് അഗ്രഷൻ ഹാസ് ബീൻ ബിലീവ് ടു ബി ഒറിജിനേറ്റഡ് ഫ്രം ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഹോർമോൺസ് കാരണം, അങ്ങനെ ജനിതകപരമായ കാരണങ്ങളാണ് ഒരു മനുഷ്യന് അഗ്രഷൻ വരുന്നത് എന്നാണ് ബയോളജിക്കൽ അപ്രോച്ചസ്കാർ വിശ്വസിക്കുന്നത്. While proposing psychoanalytic theory, Freud suggests that aggression in human beings primarily come from an innate destructive instinct. Innately തകർന്നു കിടക്കുന്ന എന്തോ ഇൻസ്റ്റിങ്ക്ട്, ആഗ്രഹം അല്ലെങ്കിൽ ത്വര കാരണമാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന് ഡെത്ത് ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ തനാറ്റോസ് എന്നാണ് വിളിച്ചത്. ദാറ്റ് ഈസ് ഇനീഷ്യലി ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് സെൽഫ്. He further argued that the aggressive behavior represents redirection of this death instinct towards in others. ഈ ഡെത്തിന്റെ റീഡയറക്ഷൻ ആണ്. അതായത് നമ്മുടെ ഒരു ചീത്ത എനർജി മറ്റൊരാൾക്ക് റീഡയറക്ട് ചെയ്യുന്നത്. ബയോളജിക്കലി ആണ് നമുക്ക് അഗ്രഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രോയിഡ് പറഞ്ഞാൽ കേട്ടോ ഒരു ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതായത് ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, അതിന്റെ പേരാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ തനാറ്റോസ്. ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് മറ്റൊരാളിലേക്ക് നമ്മുടെ ചീത്ത വശം മറ്റൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന വഴിയാണ് അഗ്രഷൻ വരുന്നത് എന്നാണ് ബയോളജിക്കൽ തിയറി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. രണ്ടാമത്തെ അപ്രോച്ചാണ് ഡ്രൈവ് അപ്രോച്ച്. While rejecting biological explanation to the aggressive behavior, many social psychologists proposed a psychological explanation which assumed that aggression is primarily originated from a strong drive to harm others. കണ്ടോ, ഈ അഗ്രസീവ് ബിഹേവിയറിന് ബയോളജിക്കൽ കാരണമുള്ള എക്സ്പ്ലനേഷൻ കുറെ സോഷ്യൽ സൈക്കോളജിസ്റ്റുകാരൊക്കെ എന്താക്കിയിട്ടുണ്ട്, തള്ളി കളഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ട്രോങ് ത്വര ഉള്ളത് വരികയാണ്, ത്വര, ഡ്രൈവ്. ഇതാണ് ദീസ് തിയറിസ്റ്റ് ആരൊക്കെയാണ്? ബെർക്കോവിറ്റ്സ്, ഡൊള്ളാർഡ്, ഡൂബ്, മില്ലർ, മോവേഴ്സ് ആൻഡ് സിയേഴ്സ് argue that number of situational factors such as frustration, ഒരാളെ പ്രൊവോക്ക് ചെയ്യുക, by others, presence of a primary key, ഒരു വെപ്പട് കാണുക, may instigate this drive of the person which is expressed in the form of aggressive behavior at the overt level. നമ്മൾ എന്താണ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് കാണാണ്. ഒന്നെങ്കിൽ ഒരാള് നമ്മളെ ഫ്രസ്ട്രേറ്റ് ആക്കാണ്, അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വെപ്പൺ കാണാണ്. അപ്പോഴൊക്കെ നമുക്ക് എന്ത് വരും? ഒരു ത്വര വരും മറ്റേ ആളെ ഉപദ്രവിക്കാൻ. അത് നമ്മൾ അഗ്രഷനായിട്ട് പുറത്തു വരുന്നതാണ്. Thus, drive theory disregard the proportion that aggression is a result of innate instinct ഒന്നുമല്ല. Rather, they believe that aggressive behavior are largely triggered by external or situational factor ആണ്. സിറ്റുവേഷൻ കാരണമാണ് ഒരാൾക്ക് ഡ്രൈവ് വരുന്നത്, അതുവഴിയാണ് ഉപദ്രവിക്കുന്നത്. ഇതാണ് ഡ്രൈവ് അപ്രോച്ചില് പറയുന്നത്. ഓക്കെ ആണോ? ഡ്രൈവ് അപ്രോച്ച് ഓക്കെ ആണോ? ഒന്നുമില്ല, നമുക്ക് എന്താണ് ഓരോ സിറ്റുവേഷൻ കാരണം പുറത്തോട്ട് വരികയാണ് എന്നുള്ള സിറ്റുവേഷൻ. അത് എന്തും ആവാം, അതൊരു പ്രൊവോക്കേഷൻ ആവാം, ഫ്രസ്ട്രേഷൻ ആവാം, ഒരു വെപ്പണ കാണുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ത്വര വരികയാണ്. എക്സ്റ്റേണൽ കാരണങ്ങളുണ്ട്. മൂന്നാമത്തെ സോഷ്യൽ ലേണിംഗ് അപ്രോച്ച് കണ്ടുപഠിക്കുന്നതാണ്. അതിപ്പം നേരിട്ട് കണ്ടിട്ടാവാം, സോഷ്യൽ മീഡിയ വഴിയാവാം, എന്തും ആവാം. Contrary to the innate instinct and drive perspective, social learning approach proposed that aggressive behavior are learned in the same way we learn other social behavior. നമ്മൾ മറ്റെല്ലാ സോഷ്യൽ ബിഹേവിയർ കണ്ടുപഠിക്കുന്നില്ലേ, അതുപോലെ അഗ്രഷനും പഠിക്കുന്നതാണ്. ഇപ്പോ സോഷ്യൽ ബിഹേവിയർ കണ്ടുപഠിക്കുന്നില്ല, അതുപോലെ അഗ്രഷനും. അച്ഛൻ നല്ല അഗ്രസീവ് ആണെങ്കിൽ മോൻ എന്തായാലും അഗ്രസീവ് ആവും. Aggressive behavior are learned either by direct experience or by vicarious conditioning. ഒന്നുകിൽ നേരിട്ട് കാണാൻ, മറ്റൊരാൾ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണ്. ഒബ്സർവിംഗ് അഗ്രസീവ് സോഷ്യൽ മോഡൽസ്, അതുപോലെ തന്നെ സോഷ്യൽ മോഡൽസിനെ ഒബ്സർവ് ചെയ്തിട്ടും വരാം. ഈ അടിമിടിയൊക്കെ കുറെ കാണുന്ന ഒരു കാലത്ത് സൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, KGF നിർത്തിച്ചതാണ്. Learning of aggression by direct experience of when a person's behavior is rewarded and reinforced in the given situation. കണ്ടോ, ഡയറക്റ്റ് എക്സ്പീരിയൻസിനാണ് ഒരാൾ അഗ്രഷൻ എടുക്കുമ്പോൾ നീ റിവാർഡ് കിട്ടുകയാണെങ്കിൽ, മനസ്സന്തോഷം, അല്ലെങ്കിൽ മറ്റൊരാൾ കൊള്ളാടാ നീ നന്നായി എന്നൊക്കെ പറയുകയാണെങ്കിൽ, അവിടെയാണ് ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ അഗ്രഷൻ ഒരാൾ പഠിക്കുക. കണ്ടു പഠിക്കുക അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് പഠിക്കുക. ഇതാണ് സോഷ്യൽ ലേണിംഗ് അപ്രോച്ചിലൂടെ പറയുന്നത്. അവരങ്ങനെയാണ് സോഷ്യൽ ലേണിംഗ് അപ്രോച്ച് വിശ്വസിക്കുന്നവർ പറയുന്നത് അഗ്രഷൻ കണ്ടു പഠിക്കുകയാണ് എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ?
ഇനിയാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ്. അഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രസ്ട്രേഷൻ. അപ്പൊ ഒരു മിനിറ്റ് മാം, അപ്പൊ നമുക്ക് അഗ്രഷൻ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് എക്സിറ്റേഷൻ പോലെ ഉള്ള ഒന്നാമത് ഞാൻ പറഞ്ഞത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒത്തിരി എനർജി വരും. അപ്പൊ സെൽഫ് കൺട്രോൾ ആണ്. അതായത് അത് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിൽ പറയുന്നുണ്ട്. നമ്മുടെ സ്വഭാവം നമ്മൾ തന്നെ മനസ്സിലാക്കുക. നമ്മൾ ദേഷ്യം വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം നമ്മൾ ചെയ്യാവുന്നത്. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ ദേഷ്യം വന്നാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ മറ്റേയാൾക്ക് ഹേർട്ട് ആവും, നമ്മൾ ഒരിക്കലും നന്നാവും, പക്ഷെ പറഞ്ഞതൊന്നും എവിടെയും പോകത്തില്ല എന്നുള്ള സാധനങ്ങൾ ബോധം വന്നപ്പം ദേഷ്യം വരുമ്പോൾ ഒത്തിരി എനർജി ഉണ്ട്, മനസ്സിലായതാണ്. സോ ആ എനർജി കാരണമാണ് നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോകുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നതാണ് സിപ്പ് ചെയ്യും. അവരെന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. ഞാൻ ചിലപ്പോൾ വെറുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും. എനിക്ക് പെൻഡിങ് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. ആ ചെയ്ത് വരുന്ന പണി കഴിയുമ്പോഴേക്കും ഞാൻ ഒത്തിരി ഓക്കെയാവും. ചിലപ്പോൾ റൂം വൃത്തിയാക്കലാവാം, ചിലപ്പോൾ ബാത്റൂം കഴുകലാവാം, ചിലപ്പോൾ അലക്കിയിട്ട് തുണി മടക്കി വെക്കലൊക്കെ ആവും. അത് കഴിയുമ്പോഴേക്കും ആ പിന്നെ ആംഗ്രി ആയിട്ടുള്ള നമ്മള് എനർജി സബ്ഡ്യൂ ചെയ്യും. അപ്പൊ പിന്നെ അത്ര ദേഷ്യം ഉണ്ടാവില്ല. അപ്പൊ പറയുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ സിറ്റുവേഷൻ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചേഞ്ച് ആക്കുമ്പോഴത്തേക്കും കൺട്രോൾഡ് ആവും. നമ്മളെ മനസ്സിലാക്കുക. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടൊരു പ്രിക്കോഷൻ നമ്മളായിട്ട് എടുക്കുക. ദാറ്റ്സ് ദ മെയിൻ തിങ്. അതാ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടെത്തിയത്. ഞാൻ എല്ലാവരോട് പറഞ്ഞെടുക്കാറുണ്ട്. ഒട്ടും കൺട്രോൾ ചെയ്യാവുന്ന പേപ്പർ കീറാനൊക്കെ പറയാറുണ്ട്. അതായത് ഒരു പേപ്പർ 2 ആക്കി കീറാം, 4 ആക്കി കീറാം, 8 ആക്കി കീറാം. അതായത് ആ വന്ന എനർജി വേറെ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഗുഡ്. അഗ്രഷൻ അല്ല മാം, അപ്പോ മാം പറഞ്ഞല്ലോ ഫാദറിന്റെ കുഞ്ഞുങ്ങള് കോപ്പി ചെയ്യുന്നു അഗ്രഷൻ. അപ്പൊ അത് നമുക്ക് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്? അത് അറ്റ്മോസ്ഫിയർ മാറ്റം തന്നെ വേണം. അത് അറ്റ്മോസ്ഫിയർ മാറത്തില്ല. അറ്റ്മോസ്ഫിയർ മാറ്റം, അതായത് ഫാദറിനെ കംപ്ലീറ്റ് ചെയ്യണം തന്നെ വേണം എന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. കാരണം അത് കണ്ടു വളർന്ന കുഞ്ഞ് അതിലും ഡേഞ്ചർ. ഒരു ഇതുമില്ല. എന്തായാലും പഠിക്കും. അത് തനിക്ക് നേരെ ഉപദ്രവമാണ്, എന്തായാലും പഠിക്കും. അപ്പൊ അടുത്താണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തിസിസ്. The frustration aggression hypothesis propose that first നമുക്കൊരു ഗോള് ബ്ലോക്ക് ആയാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോഴാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നാണ് ഗോൾ. ആ ഗോൾ എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയാൽ ബ്ലോക്ക് ആയാൽ നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരും. അത് അഗ്രഷനിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെയാണ് അഗ്രഷൻ വരുന്നത് എന്നാണ്. Aggression hypothesis propose വോയിസ് ബ്രേക്ക് ആണ്, ഒന്നും കേൾക്കുന്നില്ല. അതായത് ഫ്രസ്ട്രേഷൻ ആണ് അഗ്രഷന്റെ കാരണം എന്നാണ് പറയുന്നത്. ഈ ഫ്രസ്ട്രേഷൻ എന്താണ്? എൻവയോൺമെന്റൽ ഇവന്റ് ദാറ്റ് ഇന്റർഫിയർസ് വിത്ത് അച്ചീവിംഗ് ഡിസൈർഡ് ഗോൾ, ഒബ്സ്ട്രക്റ്റിംഗ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആൻഡ് പൊട്ടൻഷ്യലി ലീഡിംഗ് ടു അഗ്രഷൻ. ഇന്റർഫിയർ ചെയ്യുക അല്ലെങ്കിൽ ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയറിന് തടസ്സമാവുക, അതാണ് ഒബ്സ്ട്രക്റ്റിംഗ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് നമ്മള് ഫ്രസ്ട്രേഷനിലേക്ക് എത്തിക്കും. അത് ഫ്രസ്ട്രേഷൻ അഗ്രഷനിലേക്കും എത്തിക്കും. However, many social psychologists disagree. Aggression is not always എന്താണ് ഫ്രസ്ട്രേഷൻ മാത്രമല്ല അഗ്രഷന്റെ കാരണം. Some reformulated the theory suggesting that aggression is just one of several possible outcomes of frustration. അതായത് അഗ്രഷൻ
ഫ്രസ്ട്രേഷൻ കാരണം ഒത്തിരി റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. അതില് ഒരു കാരണമാണ് അഗ്രഷൻ. ജസ്റ്റ് വൺ ഓഫ് സെവറൽ പോസിബിൾ. ഫ്രസ്ട്രേഷന്റെ ഒരു ഔട്ട്കം മാത്രമാണ് അഗ്രഷൻ. ഇപ്പൊ ഫ്രസ്ട്രേഷൻ അഗ്രഷന് മാത്രം കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഫ്രസ്ട്രേഷന്റെ ഒരു ഔട്ട്കം ആണ് അഗ്രഷൻ. ഒത്തിരി ഔട്ട്കംസ് ഉണ്ട്, അതിൽ ഒരെണ്ണം മാത്രമാണ് അഗ്രഷൻ. Certain studies indicate that illegitimate or unjustified, അതായത് നീതി ഇല്ലാതിരിക്കാൻ, ഇല്ലെജിമിറ്റേറ്റ് ആയിട്ടൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ആരെങ്കിലും നീതി ഇല്ലാതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ഗോൾ ആരെങ്കിലും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ, ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, അനിയത്തി വന്ന് എന്താണ് വെറുതെ സ്വിച്ച് ഓഫ് ആക്കി കളിക്കുകയാണ്, പഠിക്കാൻ പറ്റുന്നില്ല, ഫ്രസ്ട്രേഷൻ വരും, ഒന്ന് കൊടുക്കും. അതാണ് അപ്പൊ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോസിസ് ആണ്. ഫ്രസ്ട്രേഷൻ കാരണം വരുന്നതാണ് അഗ്രഷൻ. ഫ്രസ്ട്രേഷൻ കാരണം മാത്രമേ അഗ്രഷൻ വരുള്ളൂ. ഫ്രസ്ട്രേഷൻ ആകെയുള്ള കാരണം അഗ്രഷൻ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഉണ്ടാവുന്ന അവസ്ഥയാണ് ഫ്രസ്ട്രേഷൻ. ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ, ഇനി അടുത്തതാണ് എക്സിറ്റേഷൻ ട്രാൻസ്ഫർ തിയറി. ഓക്കെ, experiencing provocation, frustration, or other factors can lead to increased likelihood of aggressive reaction in subsequent situation. നേരത്തെ സ്മരണ ചോദിച്ച കാര്യം, എക്സ്പീരിയൻസിങ് പ്രൊവോക്കേഷൻ, ഫ്രസ്ട്രേഷൻ ഓർ അതർ ഫാക്ടേഴ്സ്, കണ്ടോ, പ്രൊവോക്ക് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അതെന്തായാലും ചൈൽഡ്ഹുഡിൽ ഏത് പ്രായത്തിൽ ഉണ്ടാവണം, ലൈക്ലിഹുഡ് ഓഫ് അഗ്രസീവ് റിയാക്ഷൻ ഇൻ സബ്സീക്വന്റ് സിറ്റുവേഷൻ, അഗ്രസീവ് റിയാക്ഷൻ വരും. The excitation transfer theory suggests that the arousal from previous experience can carry over to contribute to aggressive behavior in new situation. Previous behavior നമുക്കൊരു എന്താണ് അടിയോ കുത്തോ കിട്ടുണ്ടെങ്കിൽ അതുപോലെ സിറ്റുവേഷൻ ഇയാളും അടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. For example, feeling agitated due to heavy traffic ഭ്രാന്ത് എടുക്കാണ്, and malfunctioning elevator become reaching the office can imply. അങ്ങനെയൊക്കെയോ ട്രാഫിക് കഴിഞ്ഞ് വീട്ടിലെ അല്ല amplify aggression towards others like an office employee. പറഞ്ഞിട്ട് അങ്ങാടി തോട്ടിന് അമ്മയോട് പോകും. The theory also states that the dissipating effect of arousal is stronger when we are unaware of its persistence or attribute it to current situation. Current situation unaware ആണെങ്കിൽ ഇതിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ശരിക്കും അല്ല എന്ന് അറിയാതിരിക്കുമ്പോൾ പോലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. അതായത് ഈ തിയറി പറയുന്നുണ്ട് അറൗസൽ സ്ട്രോങ്ങർ ആവും. പെർസിസ്റ്റൻസ് എന്താണ് അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ആണെങ്കിൽ, അതായത് നമ്മൾ വരുമ്പോൾ ഇവിടെ നിന്നിട്ട് അജണ്ടർ ചിരിക്കുകയാണ്, ആരെ ചിരിക്കുക, അപ്പൊ അതൊക്കെ എന്താന്ന് പോലും മനസ്സിലാവില്ല. അപ്പം സ്ട്രോങ്ങർ ആവും, ഇയാൾ ഇന്ന കളിയാക്കി ചിരിക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് പ്രൊവോക്കിങ്ങും ഫ്രസ്ട്രേഷനും അമ്മയോട് എന്നുള്ള സാധനം തന്നെ. വെള്ളം കുടിക്കാൻ തരുമോ? അയ്യോ അറിയാതെ സ്പീക്കർ ഓണാക്കിയവർ, സോറി. സാരല്ല വെള്ളമൊക്കെ പിടിച്ചോ. അതായത് അങ്ങാടി തോറ്റ അമ്മയോട് എന്നുള്ള സാധനം തന്നെ ഒരിടത്തു നിന്ന് കിട്ടുന്ന സാധനം മറ്റൊരിടത്തേക്ക് പോയി കൊടുക്കുന്നതാണ്. അതായത് എവിടെന്നെങ്കിലും ഒരു പ്രൊവോക്കിങ്ങോ ഫ്രസ്ട്രേഷനോ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അടുത്ത സിറ്റുവേഷൻ തീർക്കും. ഓഫീസിൽ എങ്ങനെയോ എത്തി, എലിവേറ്റർ കേടാൻ ദേഷ്യം മൊത്തം അറ്റൻഡറോട് തീർക്കും. അത് കൂടുതലായിരിക്കും നമുക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് കയറി മറ്റേ ചിരിക്കുകയാണ്, ശരി കൂടെ കണ്ടപ്പോ എന്നെ കളിയാക്കാൻ തോന്നിയിട്ട് നല്ലോണം ഫയർ ചെയ്യണം. അതാണ് എക്സിസ്റ്റൻഷ്യൽ ട്രാൻസ്ഫർ തിയറി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ജനറൽ അഗ്രഷൻ മോഡൽ. Based on drawing input from a varied range of theoretical approaches of aggression, കുറെ തിയറിയിൽ ബേസ് ചെയ്തിട്ട് ആൻഡ് ടേക്കിംഗ് ദ റോൾ ഓഫ് സോഷ്യൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാത്തിനും കൂടെ നോക്കിയിട്ട് അഗ്രഷൻ ഇൻ ടു അക്കൗണ്ട് എന്നിട്ട് ഉണ്ടാക്കിയ ഒരു തിയറിയാണ് ജനറൽ അഗ്രഷൻ മോഡൽ അല്ലെങ്കിൽ GAM എന്ന് പറയും. A 3-stage comprehensive and integrated framework for understanding human. ഒത്തിരി ഫാക്ടേഴ്സ്, കോഗ്നിറ്റീവ്, സോഷ്യൽ, ഡെവലപ്മെന്റൽ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ കൂടെ നോക്കിയിട്ട് ഒരു 3-stage മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് അഗ്രഷന്. അതാണ് എന്ത്? GAM, ജനറൽ അഗ്രഷൻ മോഡൽ. ജനറൽ അഗ്രഷൻ മോഡൽ പ്രപ്പോസ് that 2 types of input variable triggered over aggression. രണ്ട് കാര്യങ്ങൾ ഇൻപുട്ട് exposure to aggressive.
എന്തെടാ എന്നും പറഞ്ഞു വരാണ്, അല്ലെങ്കിൽ നമ്മൾ കത്തി കാണിച്ചു വരാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആക്കാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാളം എന്താണ് പാലം കുലുങ്ങുല, പാലം കുലുങ്ങില്ല, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നടത്തുന്നത്. നിൽക്കും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, തിരിച്ച് അങ്ങോട്ടൊക്കെ ചൂടാവുന്ന ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കൊടുക്കും. അതാണ് സിറ്റുവേഷനിലും ഇൻഡിവിജ്വൽ ഡിഫറൻസും കൂടെ ചേർത്താണ്. ഒരേ സിറ്റുവേഷനിൽ തന്നെ വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ അടിക്കില്ല, വേറൊരാളാണെങ്കിൽ അടിക്കും. അത് ആ സിറ്റുവേഷനിലെ ഇൻഡിവിജ്വലും അനുസരിച്ചിട്ടായിരിക്കും അഗ്രഷൻ ഉണ്ടാവുക എന്നാണ്. The second stage of GAM involves how these input variables influence a person's internal state, which include hostile feeling, cognition, hostile thought, and arousal. ഈ കോഗ്നിഷനും ഹോസ്റ്റൈൽ തോട്ടും ഒക്കെ ആണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നു, എങ്ങനെയാണ് തോട്ട് വരുന്നത്, എങ്ങനെയാണ് ആൾ അറൗസ് ആകുന്നത് ഒക്കെ അനുസരിച്ചിരിക്കും. The internal state variable can interact and of aggression. For example, feeling angry can lead to hostile. ഈ തോട്ട് പോലും നമ്മൾ എന്തിലേക്ക് എത്തിക്കും? അവനെ കളിയാക്കണം, കൊടുത്തേക്കാണ്. ഒരു തോട്ട് പോലും, ആംഗ്രി എന്ന ഫീല് പോലും നമ്മൾ അത് നമ്മൾ എങ്ങനെ ഉള്ളിൽ ചിന്തിക്കുന്നു അതനുസരിച്ചായിരിക്കും പുറത്തേക്ക് വരിക. In the third stage, the person first interpret the situation and decide on engaging in aggressive or non-aggressive behavior based on the situation arising and restaining factors. മൂന്നാമത്തേൽ പറയുന്നത് എങ്ങനെ അയാൾ വിലയിരുത്തുന്നു. ഇവിടെ ഞാനേ നാറുള്ളൂ, ഇട്ടേക്കാം, അവരൊന്നും ചെയ്യില്ല, ഞാൻ കാട്ടിക്കൊടുക്കും. അതായത് എങ്ങനെ ആ സിറ്റുവേഷൻ ഒരാൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അയാൾ പ്രവർത്തിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? സിറ്റുവേഷൻ വേരിയബിളും ഇൻഡിവിജ്വൽ ഡിഫറൻസും. അതിൽ സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ എന്താണ്? ആളുടെ ഫീലിംഗ്, കോഗ്നിഷൻ ഒക്കെ ഉണ്ട്. തേർഡ് സ്റ്റേജിൽ ആ ആൾ എങ്ങനെ ആ സിറ്റുവേഷനെ നോക്കി കാണുന്നു. ഇത് മൂന്നും കൂടി ചേർന്നാണ് ഒരാൾ അതെങ്ങനെ കാണുന്ന ആളെ അഗ്രഷൻ ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ആസ് റിപ്പീറ്റഡ് എക്സ്പോഷർ, വീണ്ടും അഗ്രഷൻ കാണുമ്പോൾ സ്ട്രെങ്തൻ അഗ്രഷൻ റിലേറ്റഡ് നോളജ് സ്ട്രെങ്തൻ ആക്കും. സ്ട്രക്ചർ ഇൻ ഇൻഡിവിജ്വൽസ്. ഇതാണ് എന്ത് ജനറൽ അഗ്രഷൻ മൊത്തമായിട്ട്. ഓക്കെ ആണോ? പറയാം. അതായത് പറയാം കുറച്ചൊരു സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഈ എല്ലാ തിയറിനെയും അതുപോലെ എല്ലാ അപ്രോച്ചസ്, സോഷ്യൽ, കോഗ്നിറ്റീവ്, ഡെവലപ്മെന്റൽ, ബയോളജിക്കൽ അപ്രോച്ചസ് ഒക്കെ നോക്കിയിട്ട് ഒരു ജനറൽ ആയിട്ട് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ജനറൽ അഗ്രഷൻ മോഡൽ. അതിലൊരു 3 സ്റ്റേജ് ആണ് ഒരാൾക്ക് അഗ്രഷൻ വരുന്നത് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് സിറ്റുവേഷൻ വേരിയബിളും ഇൻഡിവിജ്വലും, അതായത് ഒരു സിറ്റുവേഷനും അതിലുള്ള ആളും, ആ രണ്ടെണ്ണം ആദ്യത്തെ. ഇനി ആ രണ്ടാമത്തെ ഘടം ആ ആൾ എങ്ങനെ ചിന്തിക്കുന്നു. നല്ല രീതിക്കാണ് ചിന്തിക്കുന്നത്, അയാൾ തിരിച്ചൊന്നും ചെയ്യില്ല. അയാൾ ചീത്ത രീതിക്കാണ് ചിന്തിക്കുന്നെങ്കിലാണ് ചെയ്യുക. ഫീലും ചിന്തിക്കുന്ന ആളെ ഉണർത്തുക. ഇനി അയാൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? ഉണർന്നു, 2 കുത്തൊക്കെ ഇപ്പൊ കുത്തിയാൽ ഞാൻ അകത്ത് പോകും. ആ സിറ്റുവേഷൻ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? അതാണ് മൂന്നാമത്തെ. ആദ്യത്തെ സിറ്റുവേഷനും ആളും, രണ്ടാമത്തെ ആളുടെ ഇന്റേണൽ സ്റ്റേറ്റ്, മൂന്നാമത്തെ അപ്പൊ അറൗസ് ആവും. അപ്പോഴും മൂന്നാമത്താണ് അയാളുടെ ഇന്റർപ്രിട്ടേഷൻ. ആ സിറ്റുവേഷൻ അയാൾ എങ്ങനെ നോക്കിക്കാണും അതനുസരിച്ചിരിക്കും നമ്മൾ അതിൽ പ്രവർത്തിക്കാം എന്നാണ് ജനറൽ അഗ്രഷൻ മോഡൽ പറയുന്നത്. ഓക്കെ ആണോ? ഇനി അപ്പം ഇത്രയും 6 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഒന്ന് എന്താ പറയുന്നത്? ബയോളജിക്കൽ അപ്രോച്ച് കാരണമാണ്, നമുക്ക് ഫിസിക്കലി ഉള്ള കാരണം, ഇൻസ്റ്റിങ്ക്റ്റ് കാരണമാണ്. രണ്ടാമത്തെ പറയുന്നത് ഡ്രൈവ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്, ത്വര വരുന്നതാണ്. മൂന്നാമത്തത് കണ്ടുപഠിക്കുന്നതാണ്. നാലാമത്തത് ഫ്രസ്ട്രേഷൻ കാരണമാണ്. അഞ്ചാമത്തത് എക്സിസ്റ്റൻഷ്യൽ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതാണ്, നമ്മൾ എക്സൈറ്റ് ആവാണത് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതാണ് എന്നാണ്. അതായത് ഒരു ഭാഗത്ത് വരുന്നത് വേറൊരു ഭാഗത്ത് തീർക്കുക. ആറാമത്തെ ജനറൽ അഗ്രഷൻ മോഡൽ. ഓക്കെ ആണോ? ഇനി കോഴ്സസ് ഓഫ് അഗ്രഷൻ. 3 കാരണങ്ങളാണ്. പേഴ്സണൽ ഫാക്ടേഴ്സ് കാരണം അഗ്രഷൻ വരാം. രണ്ടാമത്തത് ഇന്റർപേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടർ കാരണം അഗ്രഷൻ വരാം. മൂന്നാമത്തത് സിറ്റുവേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം അഗ്രഷൻ. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് വൺ ആണ് പേഴ്സണൽ, ഒരാളുടെ പേഴ്സണൽ ഫാക്ടേഴ്സ്. അതാണ് ഫ്രസ്ട്രേഷൻ ആൻഡ് പ്രൊവോക്കേഷൻ. ഫ്രസ്ട്രേറ്റ് ആക്കുകയോ പ്രൊവോക്ക് ചെയ്യുമ്പോഴോ അഗ്രഷൻ വരാം.
The frustration aggression hypothesis suggests that we behave aggressively. നമ്മൾ എപ്പോഴും അഗ്രസീവ് ആവുന്നതാണ് frustration aggression hypothesis പറയുന്നത്. Obstacle prevent us from reaching our goals, leading to increased frustration. ഗോളിലേക്ക് എത്താൻ നമ്മൾ ഫ്രസ്ട്രേഷനിലേക്ക് എത്തിക്കും. ആ ഫ്രസ്ട്രേഷൻ അഗ്രഷനിലേക്ക് ലീഡ് ചെയ്യും. Studies have shown that frustration is greater when obstacles are closer to achieving the goal. ഗോളിൽ എത്താൻ ഫ്രസ്ട്രേഷൻ വരുന്നെങ്കിൽ തകർന്ന് നയിക്കപ്പെടാം. Increase likelihood of aggressive behavior. Direct physical, നേരിട്ട് ചവിട്ടുകുത്തുക ചെയ്യുക, വെർബൽ പ്രൊവോക്കേഷൻ, അല്ലെങ്കിൽ വെർബലി നമ്മൾ പ്രൊവോക്ക് ചെയ്യുക, ഇത് രണ്ടും അഗ്രഷനിലേക്ക് എത്തിക്കും. Is another significant factors that trigger aggression. Unfair criticism, ഭയങ്കര criticism ഫെയർ ചെയ്യാം, അല്ല unfair ആയിട്ടുള്ള criticism, sarcastic comments, physical harm, threat to public image can lead to aggressive. നമ്മൾ മോശപ്പെടുത്താക്കെ ചെയ്യുന്നത്. Expressions of arrogance, unjustified criticism, പബ്ലിക് ടീസിങ്. നമ്മള് മറ്റേ സിനിമയ്ക്ക് സീരിയൽ കില്ലർ വരെ ഉണ്ടാക്കിയത് നമ്മുടെ രാക്ഷസൻ പോലെയുള്ള സിനിമ. An action that damage or threaten our social status. നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആരെങ്കിലും വലിച്ചു കീറുകയാണെങ്കിലൊക്കെ അഗ്രഷൻ വരും. Are some of the strongest provocation from aggressive behavior. In social situation, intentional and unfair provocation from others can result in aggressive reaction to the source of provocation. Provoke ചെയ്ത ആളിലേക്ക് നമ്മൾ aggressive behavior എടുക്കും. അപ്പൊ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ് പറയുന്നത് എന്താ? ഫ്രസ്ട്രേഷൻ ആണ് അഗ്രഷൻ വരുന്നത്. എന്താണ് ഫ്രസ്ട്രേഷൻ? ഒരു ഗോള് ഒബ്സ്റ്റക്കിൾ ആകുമ്പോൾ, അതും ഗോൾ എത്താൻ നേരത്താണ് തടസ്സം വരുന്നെങ്കിൽ നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആവും, നല്ല അഗ്രഷൻ വരും. പിന്നെ ഡയറക്റ്റ് ഫിസിക്കലിയോ വെർബലിയോ പ്രൊവോക്ക് ചെയ്യാം, നമ്മളെ എന്താ പറയാ വെല്ലുവിളിക്കാം, അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? അഗ്രഷൻ വരും. പിന്നെ പറയുന്നത് പ്രൊവോക്ക് ചെയ്യുന്ന നല്ല സംഭവങ്ങളാണ് നമ്മളെ സോഷ്യൽ സ്റ്റാറ്റസ് വലിച്ചു കീറ, അതുപോലെ തന്നെ നമ്മളെ പിന്നെ സമൂഹത്തിൽ കളിയാക്കുക, ഒറ്റപ്പെടുത്തുക, നമ്മളെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുക, ഒക്കെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കും. ആളോട് തിരിച്ച് നല്ല രീതിയിൽ അഗ്രഷൻ കാണിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് അഗ്രഷൻ കൂടും. Social psychologists propose that complex social behavior like aggression and violence result from interaction between situational ഉണ്ട് ഇൻഡിവിജ്വലിന്റെ ട്രൈറ്റ്, രണ്ടും കൂടി ചേർന്നതാണ്. ഒരു സിറ്റുവേഷനും ആ ഇൻഡിവിജ്വലിന്റെ ട്രൈറ്റും. ഇപ്പൊ ഒരു അടി നടക്കുകയാണ്, അതൊരു സിറ്റുവേഷൻ ആണ്. എ ചിലപ്പം അടി ഉണ്ടാക്കും, ബി ചിലപ്പം മിണ്ടൂല, സി ചിലപ്പം അപ്പുറത്ത് പോയിട്ട് ചെറിയ രീതിയിൽ വെല്ലുവിളിക്കും. ഓരോരുത്തരും ഓരോ പേര്. അപ്പൊ ഈ കുറെ സോഷ്യൽ ബിഹേവിയർ സിറ്റുവേഷനും ആളുടെ സ്വഭാവം കൂടി ചേർന്നിട്ടാണ്. The task model suggests that certain tribe increase a person's individual situation, lowering the threshold for responding. കണ്ടോ, ചില ട്രൈബിലുള്ള ആൾക്കാർ പെട്ടെന്ന് റേസ് ആവും, അവര് സെൻസിറ്റീവ് ആവും എന്നാണ്. ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ ഹൈ കോമ്പറ്റീറ്റീവ്, ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡാണ്, ഭയങ്കര ടൈം മാനേജ്മെന്റ് ആണ്, ഭയങ്കര ഇറിറ്റബിൾ ആണ്, അഗ്രസീവ് ആണ്. ഒക്കെ ഉണ്ടായതിനെ കൊണ്ട് അവർ കുറച്ച് തെറ്റിപ്പോയതിന് അവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും. ഇൻ കോൺട്രാക്ട് ദോസ് ടൈപ്പ് ബി ആണെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആണ്, സെൻസിബിളി ആണ് റെസ്പോണ്ട് ചെയ്യുക, ഹൈലി സ്ട്രെസ് സിറ്റുവേഷൻ പോലെ അവർ കൂളായിട്ട്. സോ അവരങ്ങനെ അഗ്രസീവ് ആവത്തില്ല. ടൈപ്പ് എക്കാർക്ക് അഗ്രസീവ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ ആണോ? പേഴ്സണാലിറ്റി ആൻഡ് അഗ്രഷൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? പേഴ്സണാലിറ്റി ആൻഡ് അഗ്രഷൻ ഓക്കെ ആണോ? പറഞ്ഞേ. ചില പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് അഗ്രസീവ് ബിഹേവിയർ കൂടുതലാണ് എന്ന്. അതിലാണ് വിളിക്കുന്നത്. ഒന്നും കേൾക്കുന്നില്ല. ബാങ്ക് വിളിക്കുക.
ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ലാസ്റ്റ് പോയിന്റ്, Yes, ma'am. ചില ബിഹേവിയറുകാർ, ഇപ്പൊ ടൈപ്പ് എ ടൈപ്പ് ബി ബിഹേവിയർ ഒക്കെ ഉണ്ട്. ടൈപ്പ് എക്കാര് ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉള്ളവരും അതുപോലെ തന്നെ ഭയങ്കര ടൈം മാനേജ്മെന്റ് ഉള്ളവരൊക്കെ ആയിരിക്കും. സോ അവർക്ക് ചെറിയ ഒബ്സ്റ്റക്കിൾ വന്നാലാണ് ഭയങ്കര, അപ്പോൾ ടൈപ്പ് എക്കാർക്ക് ഭയങ്കര അഗ്രഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ടൈപ്പ് ബിക്കാർ കുറെ കൂടെ റിലാക്സ്ഡ് ആണ്, കുറച്ച് അഗ്രസീവ് ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിക്കാർ അഗ്രസീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ആണോന്ന്? ഇനി അടുത്തതാണ് ബയോകെമിക്കൽ ഇൻഫ്ലുവൻസ്. സിമിലർ ടു അതർ ഇമോഷണൽ റിയാക്ഷൻ, അഗ്രഷൻ ഇസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് കെമിക്കൽസ്. കെമിക്കൽസ് കാരണം അഗ്രഷൻ വരാം. One of such a chemical, testosterone, and the male hormone. In a meta-analysis, testosterone has aggression and aggressive tendencies. Meta-analysis നമ്മൾ സ്റ്റഡികളുടെ സ്റ്റഡി, അതാണ് മെറ്റാ അനാലിസിസ്. അങ്ങനെ കുറെ സ്റ്റഡികൾ എടുത്ത് പഠിച്ച സമയത്ത് കണ്ടെത്തി അഗ്രഷനും ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവും, അതായത് ടെസ്റ്റോസ്റ്റിറോൺ കൂടുന്നതിനനുസരിച്ച് അഗ്രഷൻ കൂടും, പോസിറ്റീവ്ലി കുറയുന്നതിനനുസരിച്ച് കുറയും. ഇതാണ് പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറയുന്നത്. Similarly, violent prisoners measured higher level of testosterone as compared to non-violent prisoners in comparative measurement. Violent ആയിട്ടുള്ള ജയിൽ പുള്ളികളെ പരിശോധിച്ചപ്പോൾ അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ഉയർന്നു കിടന്നിരുന്നു, വയലൻസ് അല്ലാത്ത ജയിൽ പുള്ളികളെക്കാളും. Another endogenous chemical important in aggressive behavior is serotonin, a neurotransmitter which is found responsible for positive and pleasant emotion. Positive and pleasant emotion ആണ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ കുറഞ്ഞാൽ അഗ്രഷൻ വരും. സെറോട്ടോണിൻ ലെവൽ ഹാസ് ബീൻ ഫൗണ്ട് ടു ബി നെഗറ്റീവ്ലി അസോസിയേറ്റ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ്. സെറോട്ടോണിൻ കുറയുമ്പോൾ അഗ്രഷൻ കൂടും. അതാണ് നെഗറ്റീവ്ലി കോറിലേറ്റഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി അസോസിയേറ്റഡ് വിത്ത് അഗ്രഷൻ. In other words, low level of serotonin has been reported in highly aggressive. ഹൈലി അഗ്രസീവ് ആയിട്ട് ലോ സെറോട്ടോണിൻ ആയിരിക്കും. രണ്ട് കെമിക്കലാണ്. ഒന്ന് ടെസ്റ്റോസ്റ്റിറോൺ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്, കൂടുന്നതിനനുസരിച്ച് കൂടും, കുറയുന്നതിനനുസരിച്ച് കുറയും. ഈ രണ്ടാമത്തെ സെറോട്ടോണിൻ ആണ്, അത് പ്ലഷർ ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ അത് കുറയുമ്പോൾ അഗ്രഷൻ കൂടും, നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ? വിഷ്ണു, വെൻസീമ. ഓക്കെ. നാലാമത്താണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. ഒരിടത്ത് തീർക്കാൻ പറ്റാതെ മറ്റൊരിടത്ത് തീർക്കാണ്, അതാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ. Many times we are not able to express our aggression to the original provocation. അമ്മായി എന്ന് പറയുമ്പോൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ആളോടൊന്നും പറയാൻ പറ്റുന്നില്ല. Due to many possible reasons, such as unavailability of the source, abstract or intangible nature of the source being stronger and fear of getting punished for aggressive and violent behavior in the situation. അതായത് സോഴ്സ് സ്ട്രോങ്ങർ ആണ്, നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല, നമുക്ക് ഇവിടെ പ്രതികരിച്ചാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ പ്രതികരിക്കുന്നത് ആപ്റ്റ് അല്ല എന്ന് തോന്നുന്നിടത്ത് അത് അവിടെ തന്നെ കിടക്കുവേ, നേരെ പോയി അടുത്ത സ്ഥലത്ത് കൊടുക്കാം. In such condition, our aggression is displaced and is expressed to a target that is either innocent ആയിട്ടുള്ള അമ്മായിമനുള്ള ദേഷ്യം മൊത്തം കൊച്ചിയിൽ തീർക്കുക, or is mildly offensive and provocative and does. അവർ മൈൽഡ്ലി ആട്ടോ, അവര് മൈൽഡ്ലി
മൈൽഡ്ലി ആണല്ലോ ഒഫൻസീവും പ്രൊവോക്കേറ്റീവും. അപ്പം ഫങ്ഷൻ ആസ് എ ട്രിഗർ ഫോർ അവർ അഗ്രസീവ് ബിഹേവിയർ. അപ്പൊ ചില സമയത്ത് ആ അഗ്രഷൻ ഉണ്ടാക്കുന്ന നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്ന ആളുകളോട് നേരിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ സോഴ്സ് എന്താണെന്ന് അറിയായിട്ടൊക്കെ അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ദേഷ്യം നമ്മൾ മൈൽഡ്ലി ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിലേക്ക് നമ്മൾ ഗതി തിരിച്ചു വിടുന്നതിനെയാണ് ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഇനിയാണ് ഏജ് ആൻഡ് അഗ്രഷൻ. യെസ്, അത് തിയറി, ഇത് കാരണങ്ങൾ. യെസ്, എക്സിസ്റ്റേഷൻ. മറ്റേത് ഇതിപ്പം ഫ്രസ്ട്രേഷൻ അഗ്രഷൻ പോലെ തന്നെ ഇത് എക്സിസ്റ്റേഷൻ തിയറി. ഇത് കാരണം, മറ്റേത് തിയറി കേട്ടോ. ഏജ് ആൻഡ് അഗ്രഷൻ. Despite of general belief that children do not involve in violent action and aggressive behavior as much as adults do, the relationship between age and aggression is not that much simple. നമ്മളറിയും ചെറിയ കുട്ടികളും ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നുണ്ടെങ്കിലും ഏജും അഗ്രഷൻ നമ്മളുടെ ബന്ധം അത്ര ചെറുതല്ല. Arguably due to lack of social skills, younger children are also largely depend on physical aggression to settle their dispute and to get their needs fulfilled. അതായത് നമ്മള് ചെറിയ കുട്ടികള് സോഷ്യൽ സ്കിൽസ് അത്ര ഉണ്ടാവില്ല. അതായത് ഫിസിക്കൽ അഗ്രഷനിലാണ് കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക, കുറെ കൂടെ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഫിസിക്കൽ അഗ്രഷനാണ് ശരിക്കും കുട്ടികൾ അഗ്രഷൻ നല്ല ബന്ധമുണ്ട്. However, as the children grow up, the socialization process teaches them other mature ways to resolve their issues, and hence they progressively learn to resist the aggression in variety of social interaction. ചെറുപ്പത്തില് നമുക്ക് അടി കൂടിയിട്ടേ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ. അടിച്ചും ബുദ്ധിയൊക്കെയാണ്. വലുതാവുന്നതിനനുസരിച്ച് കുറച്ചുകൂടി മെച്ചർ ആയിട്ടുള്ള ഇങ്ങനെ അടി കൂടാതെ നിങ്ങൾ ആലോചിച്ചു, ചെറുപ്പത്തിൽ ചേട്ടനും ചേച്ചി തല്ലിയേക്കും, പിന്നെ കുറച്ച് വലുതാവുന്നതിനനുസരിച്ച് വിട്ടുകൊടുക്കാം, ഒന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലേക്ക്. അതായത് ചെറുപ്പത്തിലാണ് അഗ്രഷൻ കൂടുക എന്നാണ്. വലുതാവുമ്പോൾ കുറെ കൂടെ മെച്ചർ ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ജെൻഡർ ആൻഡ് അഗ്രഷൻ ആണ്. Studies on rats have shown that male rats react to stressful situation condition either by fighting or by running away from the situation, commonly termed as flight or fight response. Contrary, female rats react to similar situation by nurturing others and by getting engaged in social relation termed as tent and befriend response. കണ്ടോ, മെയിൽ റാറ്റിനെ ഫീമെയിൽ റാറ്റിനെ വെച്ച് സ്റ്റഡി ചെയ്തപ്പോൾ മെയിൽ റാറ്റ് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നപ്പോൾ ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓടിക്കളഞ്ഞിട്ടോ ആണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഫീമെയിൽ റാറ്റ് കുറച്ചുകൂടെ നേർച്ചർ ചെയ്ത്, കാരണം അങ്ങനെയല്ല മോനെ ഒന്നും ചെയ്യല്ലേ, അങ്ങനെയുള്ള നേർച്ചറിങ് ആക്കിയാൽ അതിലൂടെയാണ് അഗ്രഷൻ കൺട്രോൾ ആക്കി അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കൺട്രോൾ ആക്കി. ഇതിൽ എന്താണ്, മെയിൽസ് കുറെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഓടി രക്ഷപ്പെടാണ്. ഫീമെയിൽ കുറച്ചുകൂടി ടെൻറ്റ് ആൻഡ് ബിഫ്രണ്ട് ആയിട്ടായിരിക്കും റെസ്പോൺസ് ചെയ്യുക. Similar findings have been reported by various surveys conducted on human population, showing that in almost all societies, gender difference in aggression exists, with male being physically and verbally more aggressive than female. ഒരുപാട് മനുഷ്യരിൽ നിന്ന് നടന്ന സ്റ്റഡിയിലും മനസ്സിലാക്കിയിട്ടുള്ളത് മെയിൽസിനെയാണ് ഫീമെയിൽസിനെക്കാളും അഗ്രഷൻ എന്നാണ്. Presumably, across the societies, females are intensively socialized to resort to more indirect forms of aggression ആണ് അവർ ഉപയോഗിക്കുക. അതായത് ഭർത്താവിനുള്ള ദേഷ്യം, ഭർത്താവിന്റെ ബ്രഷ് എടുത്ത് ടോയ്ലറ്റ് കഴുകുക, ഇൻഡയറക്റ്റ് അഗ്രഷൻ ആണ് അവർ കുറെ കൂടി ഉപയോഗിക്കുക. ടു ബി ലെസ് എക്സ്പ്രസീവ് ഇൻഡയറക്റ്റ് ഫിസിക്കൽ ആൻഡ് വെർബൽ. സ്ത്രീകൾ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലും വെർബലും ഒന്നും എടുക്കൂല, ഇൻഡയറക്ട്ലി ആണ് അവർ എക്സ്പ്രസ് ചെയ്യുക. ജെൻഡറിൽ മെയിൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം കോഴ്സസിൽ ഇതൊക്കെ ചുരുക്കി പഠിക്കണേ. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഒന്നോ രണ്ടോ സ്വന്തം ഭാഷയിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പേഴ്സണൽ ഫാക്ടേഴ്സിൽ ഏതൊക്കെയാ? ഫ്രസ്ട്രേഷൻ ആൻഡ് പ്രൊവോക്കേഷൻ ഉണ്ട്, പേഴ്സണാലിറ്റി ആൻഡ് അഗ്രഷൻ ഉണ്ട്, ബയോകെമിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്ഡ് അഗ്രഷൻ, ഏജ് ആൻഡ് അഗ്രഷൻ, ജെൻഡർ ആൻഡ് അഗ്രഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇതാണ് ഇന്റർപേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് വഴി എങ്ങനെയൊക്കെയാണ് നമുക്ക് അഗ്രഷൻ വരുന്നത്. മാസ് മീഡിയ ആൻഡ് അഗ്രഷൻ ആണ്. എക്സ്പോഷർ, ടിവിയിൽ കാണാം അല്ലെ, കുട്ടികൾ ചെറുപ്പത്തിലെ WWF ഒക്കെ കണ്ടിട്ട് കസിനൊക്കെ വന്ന് ഇങ്ങനെ ചവിട്ടയും കുത്തൊക്കെ ചെയ്യാൻ. ഇപ്പൊ ഞാൻ അറിയാം നീയൊക്കെ മാസ് മീഡിയയുടെ ബാക്കിയാണോ എന്നൊക്കെ പറയുന്നു. അന്നൊക്കെ WWF ആയിരുന്നു, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ അതില്ല തോന്നുന്നുണ്ട്. ടിവിയിൽ എക്സനിലൊക്കെ വരും. പിടിക്കും. A content analysis by US National
nearly 60% of TV programs contain significant violence. 60% TV പ്രോഗ്രാമിലും വയലൻസ് തന്നെയാണ്. Studies consistently show that both children and adults exposed to violent content in mass media, such as TV shows, films, and video games, tend to engage in more violent and aggressive behavior. Mass media, ഫിലിമിലൂടെയും വീഡിയോ ഗെയിമിലൂടെയും ഈ aggressive behavior ഒത്തിരി കാണുന്നവർ aggression കാണിക്കും. For example, Bandura Rose and Rose conducted a study where children, കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ബോബോഡൽ എക്സ്പെരിമെന്റ്, കുറച്ച് കുട്ടികൾക്ക് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കാർട്ടൂൺ കാണിച്ചു കൊടുത്തു. ബോബോഡോളിൽ എങ്ങനെ ചവിട്ടുന്ന ഒരു കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്തു. കുറച്ച് കുട്ടികൾക്ക് നല്ല കാർട്ടൂൺ. എന്നിട്ട് ഒരു റൂമിൽ എല്ലാരെയും കൊണ്ടാക്കി. അവിടെ ഒരു ബോബോഡോൾ ഉണ്ടായിരുന്നു. ഈ അഗ്രസീവ് ഫിലിം കണ്ട കുട്ടികൾ ആ ബോബോഡോളിനെ ചവിട്ടാനും കുത്താനും തുടങ്ങി. മറ്റവര് ചെയ്തില്ല. Exposed to aggressive model on TV, similar aggressive behavior were given the opportunity to play with similar toys. Similar toy നെ കൊണ്ട് കളിക്കാൻ അവർ അനുവദിച്ചപ്പോൾ ആ കാർട്ടൂണിൽ കണ്ട അതേ ടോയ് ഇവർക്ക് കൊടുത്തു. അപ്പോ സിമിലർ റിസൾട്ട് ഹാവ് ബീൻ ഫൗണ്ട് വിത്ത് വയലന്റ് മ്യൂസിക്. അതായത് ആ കുട്ടികൾ അതേപോലെ വയലൻസ് കാണിക്കാൻ തുടങ്ങി. അതുപോലെ സിമിലർ റിസൾട്ട് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ വയലന്റ് ന്യൂസ് കാണുക, മ്യൂസിക് ലിറിക്സ്, തല്ലും കൊല്ലും എന്നൊക്കെയുള്ള ലിറിക്സ്, വീഡിയോ ഗെയിംസ്, ഇതെല്ലാം കുട്ടികൾ അങ്ങനത്തെ കാണുന്നുണ്ട്. നിർത്തിക്കട്ടോ. ഈ തൊപ്പിയൊക്കെ ഭയങ്കര വയലൻസ് ആണ്. ആ പയ്യനെ ഒന്ന് കാണിക്കുക ചെയ്യല. അയ്യോ ക്ഷമേ, പ്രാന്താ. ഇനി സോഷ്യൽ റിജക്ഷൻ, സമൂഹം റിജക്ട് ചെയ്യുമ്പോൾ അല്ലെ, ഒറ്റപ്പെടുത്തുക, കളിയാക്കുക, നിറത്തിന്റെ പേരിലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ അഗ്രഷനിലേക്ക് എത്തിക്കുക. Social rejection strongly triggers human aggression. Being excluded from the society negatively affect our self-image. ഈ ഇങ്ങനത്തെ സോഷ്യൽ റിജക്റ്റഡ് ഉള്ളവരാണോ ഈ ടെററിസത്തിലും മാവോയിസ്റ്റിലൊക്കെ പോയി ചേരുന്നത്. സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് എസ്റ്റീം ലീഡിംഗ് ടു ഹോസ്റ്റൈൽ അഗ്രസീവ് ബിഹേവിയർ ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ. From an evolutionary perspective നോക്കുകയാണെങ്കിൽ പരിണാമം, our need to associate with others to fulfill basic biological and social need is crucial for survival. അതായത് മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കണം, കൂടെ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ സർവൈവലിൽ ക്രൂഷ്യലാണ്. എവല്യൂഷണറിക്കാർ പറയുന്നുണ്ട് അംഗീകാരം എന്നുള്ളത് നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യലി റിജക്ട് ചെയ്യപ്പെടുമ്പോൾ വാട്ട് ദിസ് മീൻ, ആ നീഡ് അവിടെ ത്വജിക്കപ്പെടുകയാണ്. jeopardizing survival and stimulating aggressive responses. അവിടെ സർവൈവൽ അവിടെ കുറയുകയും നമ്മള് അഗ്രസീവിലേക്ക് എത്തുകയും ചെയ്യുക. അപ്പം സോഷ്യലി റിജക്ട് ചെയ്യപ്പെടുന്ന ഒരാള് അഗ്രസീവ് ബിഹേവിയർ അവരായിട്ട് മിക്കതും ടെററിസത്തിലും കാലത്തിലൊക്കെ. എന്താ മാം ജിയോ പാരഡൈസിങ്? അത് ജെപ്പഡൈസ് എന്ത് ജിയോ പാരഡൈസിങ് സർവൈവൽ അത് തടസ്സപ്പെടുക എന്നൊക്കെ ഉള്ളതിന്റെ വേറൊരു മീനിങ് ആണ്. ജെപ്പഡൈസിങ് എന്നാ പറയുന്നത്. ഒരു മിനിറ്റ്, മലയാളം കറക്റ്റ് പറഞ്ഞത്. അപകടത്തിൽപ്പെടുക എന്നൊക്കെയുള്ള സർവൈവൽ തടസ്സപ്പെടുക ജെപ്പഡൈസിങ്ങിന്റെ അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ അഗ്രഷൻ ഓക്കെ ആണോ? യെസ് മാം. ഇനിയാണ് ഇൻഫ്ലുവൻസ് ആൻഡ് നീഡ് ഫുൾഫിൽമെന്റ്. നമ്മളെ നീഡ് ഫുൾഫിൽ ചെയ്യാതെ വരുമ്പോൾ, നമ്മളൊരു ആവശ്യമുണ്ട്, നമ്മൾ അത് ഫുൾഫിൽ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്താവും? aggressive. Another approach that tries to understand human aggression proposes that aggression is a way to exert influence on others' behavior in social interaction and using this influence as a means to get rid of their need fulfilled. Kanda need fulfill ചെയ്യാനുള്ള നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ നീഡ് എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ആവുമ്പോൾ നമ്മൾ എന്താവാണ്? അഗ്രസീവ് ആവാണ്. However, aggression is used as a means of social influence in specific situations, such as when we believe that being aggressive will obtain success and target is unlikely to retaliate. അതായത് ചില കേസിൽ നമ്മൾ അഗ്രഷൻ എടുക്കേണ്ടി വരും. അതായത് അഗ്രഷൻ എടുത്താൽ മാത്രമേ ടാർഗറ്റ് നമ്മളെ എന്താവുള്ളൂ. ഒരു അഗ്രസീവ് ആയിട്ട് വന്ന ആളെ നമ്മൾ അടിയിട്ടു. അഗ്രസീവ് ആയിട്ട് നമ്മൾ നിൽക്കണം, എന്നാലേ അയാൾ നമ്മളെ അടിക്കാതെ ഇരിക്കത്തുള്ളൂ. അപ്പൊ നീഡ് ഫുൾഫിൽ ആവാതിരിക്കുമ്പോഴും നമ്മൾ എന്താവും? അഗ്രസീവ് ആവും. ഈ മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ചില സിറ്റുവേഷനിൽ അഗ്രസീവ് കാണിച്ചാലേ നമുക്ക് സർവൈവൽ ഉള്ളൂ എന്നിടത്ത് നമ്മൾ കാണിക്കേണ്ടി തന്നെ. ഓക്കെ ആണോ? ഇത് മൂന്നെണ്ണാണ് ഇന്റർപേഴ്സണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. എക്സ്പോഷർ ടു മാസ് മീഡിയ ആൻഡ് അഗ്രഷൻ, സോഷ്യൽ റിജക്ഷൻ, ഇൻഫ്ലുവൻസ് ആൻഡ് നീഡ് ഫുൾഫിൽമെന്റ്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിട്ടോ വരിക. ഓക്കെ ആണോ? ഓക്കെ ആണോ?
Yes, ma'am. യെസ് മാം. ഇനി അടുത്താണ് സിറ്റുവേഷണൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ. അതായത് വെപ്പൺ എഫക്ട് എന്നുള്ള എഫക്ട് ഉണ്ട്. As demonstrated by many studies, angry person are more prone to express their aggression when they are exposed to weapon situation. ഒരു aggression കൂടാൻ weapon situation പെട്ടെന്ന് aggression കൂടും. In one such studies, Berkowitz and Leapak showed that the participants who had seen gun were more aggressive and delivered high level of electric shock to the research accomplices than those who saw sports cycle. ഒരു സ്റ്റഡിയിൽ കുറച്ച് ആൾക്കാർക്ക് സ്പോർട്സ് ഐറ്റം കാണിച്ചു കൊടുത്ത്, കുറച്ചാൾക്ക് എന്ത് കാണിച്ചു കൊടുത്ത്, ഗണ്ണ് കാണിച്ചു കൊടുത്തു. രണ്ടു കൂട്ടരോടും വേറെ ആൾക്കാരെ ഷോക്ക് അടിപ്പിക്കാൻ പറഞ്ഞപ്പോ മോർ അഗ്രസീവ് ആയിട്ട് ഷോക്ക് അടിപ്പിച്ചത് ഈ ഗണ്ണ് കണ്ടവരാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു അവസ്ഥയിൽ ഒരു വെപ്പൺ കൂടി കാണുകയാണെങ്കിൽ നമ്മുടെ അഗ്രഷൻ കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനിയാണ് എൻവയോൺമെന്റൽ ഡിസ്കംഫർട്ട്. Many surveys and correlation studies have reported a positive correlation. വിഷ്ണു, ഒരു അഗ്രസീവ് സിറ്റുവേഷനിൽ ഒരു വെപ്പൺ കാണുകയാണെങ്കിൽ അഗ്രഷൻ കൂടും എന്നാണ് പറയുന്നത്. ഒരു സ്റ്റഡി നടത്തി, കുറച്ച് ആളുകളെ ഷോക്ക് കൊടുക്കാൻ നിർത്തി. ഇതിനെ നിർത്തിയവർക്ക് ഒരു കൂട്ടർക്ക് സ്പോർട്സ് ഐറ്റം കാണിച്ചു കൊടുത്തു, ഒരു കൂട്ടർക്ക് ഗണ്ണ് കാണിച്ചു കൊടുത്തു. ഈ ഗണ്ണ് കാണിച്ചവര് ഭയങ്കര വയലന്റ് ആയി സ്പോർട്സ് ഐറ്റം കാണിച്ചവരെക്കാളും ഗണ്ണ് കാണിച്ചപ്പോ, അതായത് ഒരു വെപ്പണിന്റെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ അഗ്രഷൻ കൂടും എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി എൻവയോൺമെന്റൽ ഡിസ്കംഫർട്ട് ആണ്. മെനി സർവേസ് ആൻഡ് കോറിലേഷൻ സ്റ്റഡീസ് ഹാവ് റിപ്പോർട്ടഡ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് അഗ്രഷൻ ആൻഡ് വയലൻസ്. അതായത് ചൂട് കൂടുമ്പോൾ അഗ്രഷനും വയലൻസും കൂടും. അത് ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ നമുക്ക് വയലൻസ് വരാറുണ്ട്. Longitudinal studies have indicated that violent crimes are reported more in hotter years and months than in cooler months. Hotter months years ആണ് കൂളറിനേക്കാൾ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അഗ്രഷൻ കൂടും എന്ന്. Studies comparing violence rates of various geographical regions have also found higher violent crimes rate in hotter areas as compared to cooler area. Cooler area violence ഉണ്ടാവുക hotter area. Many other environmental discomforts such as noise, smoke, air pollution, etc. also is associated with the higher level of aggression and violence. അതായത് എൻവയോൺമെന്റ് ചൂടാവുക, അതായത് ടെമ്പറേച്ചർ ചൂടാവുക, ഭയങ്കര ഒച്ചപ്പാടുണ്ടാവുക, ഒത്തിരി സ്മോക്ക് ഉണ്ടാവുക, എയർ പൊല്യൂട്ട് ആവുക, ഇതും അഗ്രഷനിലേക്ക് എത്തിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഇനി അഗ്രഷൻ എങ്ങനെ കുറയ്ക്കാം എന്നാണ് പറയുന്നത്. ഈ പാഠം ഇന്ന് എടുത്ത് തീർത്തേക്കാം. അങ്ങനെ ആവുമ്പോൾ ഇനി നമുക്ക് ബുധനാഴ്ച തൊട്ടിട്ട് 10 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? അതല്ലേ നല്ലത്? അങ്ങനെ നാളെ ക്ലാസ് വെക്കാതെ ബുധനാഴ്ച ക്ലാസ് വെച്ചാൽ ഫിക്സ്ഡ് ടൈം അല്ലാണ്ടാകുമ്പോ നമുക്ക് കുറെ ക്ലാസ് മിസ്സാവുന്നു. ഫിക്സഡ് ടൈം മൺഡേ മുതൽ ഫിക്സഡ് ആണ്. നിങ്ങൾക്ക് 10:30ക്കാണ് ക്ലാസ് വരുന്നത് കേട്ടോ. കാരണം മൺഡേ മുതൽ അടുത്ത ബാച്ചിൽ സ്റ്റാർട്ട് ആവുകയാണല്ലോ. നിങ്ങൾക്ക് 10:30ക്കും ഫസ്റ്റ് ഇയേഴ്സിന് 11:30 കേട്ടോ. മൺഡേ മുതൽ കൃത്യം പോകണം. കാരണം ഓരോ 3 പാഠം കഴിയുമ്പോൾ എക്സാം വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എക്സാമിന്റെ ടൈമിങ് കുറച്ച് ചേഞ്ച് വരുത്തും. വ്യാഴം, വെള്ളി, ശനി നിങ്ങൾക്ക് സോഷ്യലായിട്ടും, തിങ്കൾ, ചൊവ്വ, ബുധൻ 105 ആയിരിക്കും. ഒരു 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കവർ ചെയ്യാൻ കഴിയുള്ളൂ പോർഷൻസ്. ലാപ്പോ ഗ്യാപ്പ് ഓരോ എക്സാമിന്റെ എടുക്കും. അത് ഞാൻ ഒരു 3 ദിവസം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെ അഗ്രഷൻ കുറയ്ക്കാം. As a complex social behavior, aggression is an outcome of interaction between personal, interpersonal, social, and cultural factors, and is expressed in overt behavior when it is triggered by some situational and environmental variables. കണ്ടോ? അഗ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലിയും ഇന്റർപേഴ്സണലിയും സോഷ്യലിയും കൾച്ചറലിയും ഒക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓവേർട്ട് കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ്. എന്തുകൊണ്ട്? ചില സിറ്റുവേഷൻസ് വരുമ്പം. Thus, a number of strategies are proposed by social psychologists. Social psychologists എങ്ങനെ അഗ്രഷൻ കുറയ്ക്കാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ ലേണിംഗ്, പണിഷ്മെന്റ് ആൻഡ് മോഡലിംഗ്. ഒന്ന് നെഗറ്റീവ് പണിഷ്മെന്റ് കൊടുക്കാം.
എന്തെങ്കിലും അഗ്രഷൻ കാണിക്കുക. പിന്നെ മോഡൽ നമ്മൾ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാം. The behavioral and social learning approaches to psychology assume that undesirable aggressive behavior is learned with the same process as adaptive social behavior are learned. കേട്ടോ, അഡാപ്റ്റ് ചെയ്യുന്നത് ലേൺ ചെയ്യുന്ന പോലെയാണ് ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള വേണ്ടാത്തതും കുട്ടികൾ പഠിക്കുന്നത്, കണ്ടു പഠിക്കാണ്. The most traditional common approach to delete aggressive behavior is using punishment. ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള പണിഷ്മെന്റ് ഉപയോഗിച്ച് അഗ്രഷൻ കുറയ്ക്കാവുന്നതാണ്. Punishment works on the principle of operant conditioning ആണ്, which assume that the strength of association between the stimulus, അതായത് പണിഷ്മെന്റ് കൊടുത്താൽ ഈ സ്റ്റിമുലസും ആ ഒരു റെസ്പോൺസ് തമ്മിലുള്ള ബന്ധം വേർപ്പെടും. Association between stimulus and response will be weakened. If an aversive consequence or ഇഷ്ടമില്ലാത്തൊരു ഔട്ട്കം ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു റെസ്പോൺസ് കുറയും. ഇതാണ്, ഇതൊന്നും എഴുതണമെന്നില്ല കേട്ടോ, പറഞ്ഞുതരാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ കുറയ്ക്കാൻ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അങ്ങോട്ട് കൊടുത്താൽ മതി. അവേഴ്സീവ് ആയിട്ടുള്ള, അതായത് കുട്ടിക്കോ ആൾക്കോ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ മതി. Therefore, the likelihood of aggressive behavior is decreased when the consequence of an aggressive behavior is made painful or aversive. അമ്മ മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മൾ തിരിച്ചു കൊടുത്താൽ ഒരു പണിഷ്മെന്റ് ആയിരിക്കും അത്, അവരതിലൂടെ അഗ്രഷൻ കാണിക്കും. However, punishment is a risky strategy. Positive punishment risky ആട്ടോ, and some care is required to be taken before use. Negative punishment ആണ് ഏറ്റവും നല്ലത്. അപ്പൊ പണിഷ്മെന്റിലൂടെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം. മോഡലിംഗ് പറയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കാം, അതാണ് മോഡലിംഗ്, നമ്മൾ കണ്ടു പഠിക്കുന്നതാണ്. സോ നല്ലത് കാണിച്ചാൽ നല്ലത് പഠിക്കും. ഇതാണ് കത്താർസിസ്, എക്സ്പ്രസ് ചെയ്യുക എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, catharsis is a concept originated from psychoanalytic approach. This is a process in which a strong emotion is vented at some displaced target to milder form. Strong emotion milder form. എല്ലാ ദേഷ്യം വരുന്നു, പാത്രം കഴുകുക, റൂം വൃത്തിയാക്കുക, അതൊക്കെ. Catharsis of aggression is expression of one's aggressive intent at a target that is in some way associated with the original source of aggression in some relatively non-harmful manner. ഒറിജിനൽ ആയിട്ടുള്ള അഗ്രഷൻ നോൺ ഹാർംഫുൾ ആയിട്ടുള്ള മാനറിൽ ഡിസ്പ്ലേ ആക്കുക, അതാണ് കത്താർസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ മതിൽപ്പലിട്ട് കുത്തുക, അതൊക്കെ കത്താർസിസ് ആണ്. ദേഷ്യം പിടിച്ചപ്പോ മതിൽപ്പലിട്ട് കുത്തുക, തല ചൊറിയ, ഒക്കെ കത്താർസിസ് ആണ്. There is an assumption that catharsis reduces the possibility of overt aggressive behavior in harmful forms. Catharsis ചെയ്താൽ ഹാർംഫുൾ ഫോമിലേക്ക് വരില്ല. ഈ പേപ്പർ കീറുക, അതൊക്കെ കത്താർസിസ് ആണ്. അതായത് നമുക്ക് വന്ന ദേഷ്യം നമ്മൾ കത്താർസിസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിക്ക് പുറത്തേക്ക് ചാടില്ല. Studies have shown that non-harmful behavior such as going to vigorous sports, ഏതെങ്കിലും സ്പോർട്സിൽ പോവാ, aggressing at the phonograph of an enemy or shouting of foul language in empty room, ഒറ്റയ്ക്ക് റൂമിൽ നിന്ന് ചീത്ത വിളിക്കുക, പിന്നെ ഫോട്ടോഗ്രാഫിനെ നോക്കിയിട്ട് നിന്നെ ശരിയാക്കി തരടാ എന്നൊക്കെ പറയുന്നതൊക്കെ കത്താർസിസ് ആണ്. That are subtle to actual aggressive behavior have proved to be reduced anger and aggression. ഞാൻ മനസ്സിലൊക്കെ പറയും, അതിനടക്കണം ചർച്ചയ്ക്ക് പോലെ തന്നെ അങ്ങനെയൊക്കെ മനസ്സിൽ പറയുന്നുണ്ടാവും. ആള് നോക്കുമ്പോഴോ ഞാൻ തുണി മടക്കി വെക്കുകയാവും, ചിലപ്പോ നാളെ തെറിയൊക്കെ വിളിക്കും കേട്ടോ, പക്ഷെ മിണ്ടൂല. അപ്പൊ മടക്കൊക്കെ വെക്കുമ്പോഴേക്കും എന്റെ പീക്കിലായിട്ടുള്ളത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ആ സമയം എനിക്ക് പ്രശ്നം ഉണ്ടാവും. However, such effects have found to be only temporary, and when person is placed in actual social setting, the aggressive may recover again. അപ്പൊ ഞാൻ ചെയ്യണം എന്താന്ന് വെച്ചാൽ കേട്ടോ, അത് ടെമ്പററി ആണ്, വീണ്ടും തിരിച്ചു വരും. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ കത്താർസിസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഓക്കെ ആവുന്ന സമയത്ത് പറയാനുള്ള കാര്യങ്ങൾ പോയിട്ട് നന്നായിട്ട് പറയും. ഞാൻ ചെയ്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആള് പറയും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ആള് പറയും സോറി, ഇതോടെ തീരും. അതാണ് കത്താർസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റെമഡി കൂടി ചെയ്യണം. കത്താർസിസ് ചെയ്ത് പിന്നെ വരുമ്പോൾ നമുക്ക് വീണ്ടും ദേഷ്യം വരും. കത്താർസിസ് ചെയ്ത് ഒന്ന് ദേഷ്യം കുറയുന്ന സമയത്ത് ആ ദേഷ്യം വന്ന ആളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ അവരങ്ങനെയാണ് പോട്ടുപുല്ല് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒറ്റൊരു നല്ല വഴിയുണ്ട്, അവരോടുള്ള ദേഷ്യം മൊത്തം ഒരു പേപ്പറിൽ എഴുതുന്നതിന് പേപ്പർ അങ്ങോട്ട് അവർ വിളിക്കാനുള്ള കാര്യങ്ങൾക്ക് പേപ്പർ അങ്ങനെ ഫ്ലഷ് ചെയ്ത് കളയാം. Furthermore, contrary to the belief that safer aggressive acts such as watching televised violence, attacking an intimate object, or verbal aggression may reduce the chance of aggressive behavior, studies have shown that aggression may actually increase due to involvement in minor aggressive behavior by reducing the inhibition of such behavior. നമ്മൾ വെറുതെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് വെർബൽ അഗ്രഷൻ ചെയ്യാം,
അന്നേരം പോയിട്ട് വയലൻസ് സിനിമ കാണുക, ഇതൊക്കെ നല്ലതാണെന്ന് ഒരു കാലത്ത് വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അഗ്രഷൻ കൂട്ടാനാണ് കാരണമാക്കുന്നത് എന്ന് ചില സ്റ്റഡികൾ പറയുന്നുണ്ട്. അപ്പൊ കത്താർസിസ് മൈൽഡർ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ച് ആശ്വാസം വരും. പക്ഷേ അത് ടെമ്പററി ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ മാം. ഞാൻ ഈ കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതായത് ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ അയാളെ പറ്റി നല്ലത് ചിന്തിക്കാൻ തോന്നൂല. ദേഷ്യമൊക്കെ അടങ്ങി ഞാൻ പാവം, ടെൻഷൻ ഉണ്ടാവും, ബിസിനസ്സിനെന്തോ അതാണ് ഇങ്ങനെ കിടന്ന് കളാളാന്ന് പറഞ്ഞ വോട്ട് കോഗ്നിറ്റീവ് സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ വോയിസ് ബ്രേക്ക് ആണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. നെറ്റ്വർക്ക് ലേശം ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോഴോ? ജനറൽ അഗ്രഷൻ മോഡൽ പറയുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. ഇതൊന്നും വേണ്ട കേട്ടോ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെ മതി. കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് അഗ്രഷൻ ഫംഗ്ഷൻ ഓൺ ദ ആർഗ്യുമെന്റ് ദാറ്റ് ഇന്റർവെൻഷൻ അറ്റ് ദ ലെവൽ ഓഫ് പ്രോസസിംഗ് of aggressive thoughts can be helpful in breaking cycle that promote aggressive tendencies and behavior. അതായത് ആ ഇന്റർവെൻഷൻ ചെയ്യാം. എന്ത് നമ്മൾ ആ ചീത്ത ചിന്ത വരുമ്പത്തിനെ വേറെ രീതിയിൽ കാണാം. അയാൾ ഇങ്ങനെയാണ് അല്ലെ, അയാൾ ഭാവം എന്തോ ടെൻഷനിലായിരിക്കും, ഇങ്ങനെയുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ അഗ്രഷൻ കുറയ്ക്കാം. അതായത് ചിന്തിച്ച് കുറയ്ക്കാം. അപ്പോളജി is one of the most common and simple strategies to reduce aggression. അഗ്രഷൻ ഒക്കെ ഏറ്റവും നല്ലത് ഒരു സോറി പറഞ്ഞാൽ മതി. ഞാനൊക്കെ അപ്പൊ സോറി പറയും. സോറി പറയാൻ ഞങ്ങൾ രണ്ടുപേർക്കും മടിയില്ല കേട്ടോ. നമ്മളെ ഭാഗത്താണ് തെറ്റുന്ന സോറി. അത് നല്ല രീതിയിൽ അഗ്രഷൻ കുറയ്ക്കും. When an aggressive behavior is followed by an apology, the aggressive behavior is attributed as an unintentional. ഒരു അഗ്രസീവ് ബിഹേവിയർ സോറി പറഞ്ഞാൽ അത് ഇന്റൻഷനലി ചെയ്തല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ് ക്ഷമിക്കുന്നത് പറഞ്ഞാൽ ഒരു പരിധി വരെ. However, effectiveness of apology in reducing the likelihood of aggression depends on the genuineness. Genuine ആയിട്ടായിരിക്കണം. സോറി ഞാൻ അതാണ് ചെയ്തു പോയതാണ് അങ്ങനല്ല, ജെനുവിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കുറെയൊക്കെ. ഓക്കെ ആണോ? കോഗ്നിറ്റീവ് സ്ട്രാറ്റജി ചിന്തിച്ച് മാറ്റും. മൂന്ന് രീതിയിലാണ് അഗ്രഷൻ കുറയ്ക്കാൻ പറ്റുക. ഒന്ന് സോഷ്യൽ ലേണിംഗ്, പണിഷിംഗ് ആൻഡ് മോഡലിംഗ്, കെത്താർസിസ്, കോഗ്നിറ്റീവ് സ്ട്രാറ്റജി. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ബുള്ളിങ് ബിഹേവിയർ. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ബുള്ളിങ് ബിഹേവിയർ, കുട്ടികളുടെ ഇടയിൽ ബുള്ളി ചെയ്യുക, മറ്റേ ആളെ ഉപദ്രവിക്കല്ലേ, അതിനാണ് ബുള്ളിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. Aulus has defined bullying as a form of behavior in which one person repeatedly assaults one or more others who have little or no power to threaten. പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരെ സ്ഥിരമായിട്ട് ഇങ്ങനെ അസോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ബുള്ളിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരു ഗേ ആയിട്ടുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു, പാവം. അമ്മയൊക്കെ അംഗീകരിച്ച സ്കൂളിലുള്ള ബുള്ളിങ് സഹിക്ക വയ്യാതെ പോളിഷൊക്കെ ഇടുമ്പോൾ കളിയാക്കി സഹിക്ക വയ്യാതെ അവൻ ആത്മഹത്യ ചെയ്യാം. അമ്മ ഇപ്പോഴും ഫൈറ്റിലാണ്. Bullying behavior can be expressed in several forms, verbally, physically, psychologically, socially, ഒക്കെ bullying ചെയ്യാം. Although usually bullying is taught as direct and interpersonal behavior ആണ്, in age of virtually connected world, it can be happen online also. Online bully ചെയ്യാം, നന്നായിട്ട് bully ചെയ്യാം. Moreover, it can be targeted either at one person or at a group of people. ഒരാളോടോ ഒരു ഗ്രൂപ്പിലോടോ ഒക്കെ എടുക്കാം. Primarily, bullying behavior is believed more common among children and teenagers in school context. However, it is also found in other contexts such as home environment, office, prison, informal social groups. Bullying behavior കാണാറുണ്ട്. അത് റിപ്പീറ്റ്ലി അസോൾട്ട് ചെയ്യാം ഒരാളെ, പവർ ഇല്ലാത്ത ഒരാളെ. ഒരുപാട് ഫോമിലുണ്ട്, വെർബൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ഒക്കെ. ഒരു ഇന്റർപേഴ്സണൽ ബിഹേവിയർ ആണെന്നാണ് വിചാരിക്കുന്നതെങ്കിലും ഗ്രൂപ്പിലും ഓൺലൈനിലും ഒക്കെ അത് എടുക്കാം. സ്കൂളിലും വീട്ടിലും ഒക്കെ ബുള്ളിങ് ബിഹേവിയർ ഉണ്ടാവാം. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനിയാണ് മോട്ടീവ്സ് ബിഹൈൻഡ് ബുള്ളിങ് ബിഹേവിയർ. മോട്ടീവ്സ് ബിഹൈൻഡ് ബുള്ളിങ് ബിഹേവിയർ. Despite incessant effort of the authorities to control or reduce bullying behavior in the most vulnerable environment like school and prisons, this behavior is still very common and people often complain about such victimization. കുറേ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും
ഇപ്പോഴും കോമൺ ആണ്, പലരും അതിന്റെ വിക്ടിം ആയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. Rodald has attempted to explain the cause of behind bullying behavior. Primarily, he suggested that there are two key motives behind bullying behavior. രണ്ട് കാരണം കൊണ്ടാണ് bullying behavior എടുക്കുന്നതാണ് റോളണ്ട് പറഞ്ഞത്. Desire to exercise power over others. മറ്റുള്ളവരിൽ പവർ എടുത്ത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ബുള്ളി ചെയ്യാറുണ്ട്. Desire to be part of powerful bullying അല്ലെങ്കിൽ bullying ഗ്രൂപ്പിന്റെ പാർട്ട് ആവാൻ വേണ്ടി. Okay. He argued that both of these motives lead to person to perceived enhanced social status. The research finding further suggested that the girls had an additional motive that led them to engage in bullying. Also, കുറച്ചുകൂടി വീട്ടിലൊക്കെ കിട്ടുന്ന തറനാട്ടില് ഉള്ളടത്ത് പോയി തർക്കാം. ഗേൾസിൽ നല്ല bullying behavior motive ഉണ്ട്. He found that girls with a higher tendency to be unhappy or depressed. അൺഹാപ്പി ആവാ, ഡിപ്രസ് ആയിരിക്കുക. ചിമ്പുവിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്നു ചിമ്പുവിന്റെ ഒരു ഭയങ്കര ലവറിനെ ബുള്ളി ചെയ്യുന്നൊക്കെ. The researchers argue that being engaged in bullying behavior enhance a person's social status. ബുള്ളി ചെയ്തത് കളിയാക്കുന്നവനൊക്കെ ഒരു പവർ ഉണ്ട്, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ആൻഡ് ഫീൽ ബെറ്റർ ആൻഡ് ഹാപ്പിയർ, ലീഡിങ് ടു റെഡ്യൂസ്ഡ് ടെൻഡൻസി ടു ഫീൽ അൺഹാപ്പി ഓർ ഡിപ്രസ്ഡ്. അവർക്ക് ഡിപ്രഷൻ അൺഹാപ്പി ഒക്കെ കുറയ്ക്കാൻ ഈ ബുള്ളിങ് ബിഹേവിയർ സഹായിക്കാറുണ്ട്. ഇപ്പൊ മോട്ടിവേഷൻ ആയിട്ട് പറയുന്നത് ഒരു ബുള്ളി ചെയ്തതിലൂടെ സന്തോഷം കണ്ടെത്തുക, അല്ലെങ്കിൽ ബുള്ളി ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുമ്പോൾ മോട്ടിവേഷൻ പവറിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട്, അതിലൂടെ അവരെ സന്തോഷം കണ്ടെത്തും. ഓക്കെ ആണോ? ഓക്കെ ആണോ? Yes, ma'am. ഇനി സ്റ്റെപ്പ് ടു റെഡ്യൂസ് ബുള്ളിംഗ് ബിഹേവിയർ. ബുള്ളിംഗ് ക്യാൻ ഹാവ് സീവിയർ ആൻഡ് ലാസ്റ്റിംഗ് എഫക്റ്റീവ് ഓൺ വിക്ടിംസ് ഇൻക്ലൂഡിംഗ് ലോ സെൽഫ് എസ്റ്റീം, സോഷ്യൽ ഫോബിയ, ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ആൻഡ് ഇൻക്രീസ് എക്സ്ട്രീം കേസസ് ഈവൻ സൂയിസൈഡ്. കണ്ടോ, ബുള്ളിങ്ങിന് കുറെ എഫക്റ്റ് ഉണ്ടാവും. ആർക്ക്? ഈ വിക്ടിമിന്, ബുള്ളി ഏൽക്കുന്നവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും, സോഷ്യൽ ഫോബിയ, സമൂഹത്തിൽ ഇറങ്ങാൻ പേടി, ആൻസൈറ്റി, ഡിപ്രഷൻ, എക്സ്ട്രീം കേസസിൽ സൂയിസൈഡ് വരെ സംഭവിക്കും. ഞാൻ പറഞ്ഞില്ലേ കുട്ടി സൂയിസൈഡ് ആയിരുന്നു. ടു അഡ്രസ് ബുള്ളിങ് എഫക്റ്റീവ്ലി ഇറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എ സീരിയസ് പ്രോബ്ലം ആൻഡ് ഓൾ റെലവന്റ് അതോറിറ്റീസ്. ഒരു കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞ് എവിടെയോ പഠിച്ചതാ, പുറത്ത് നോർത്തില് 7ാം ക്ലാസ്സിൽ ഇവിടെ ചേർത്തത് മുതൽ ബംഗാളി നിന്നൊന്നിനും കൊള്ളില്ല ഇടയ്ക്ക് ബുള്ളി ചെയ്യാം. ടീച്ചേഴ്സ് ഇത് അറിഞ്ഞിട്ട് വലിയ പ്രതികരിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ അതൊക്കെ ഉച്ചോഷാറായി ആണ്. റെലവന്റ് അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് ടീച്ചേഴ്സും പാരന്റ്സും പിയർ ഗ്രൂപ്പ്സും ഒക്കെ decisive action എടുക്കണം against it. Educating potential victim about anti-bullying measures and implementing promote punitive actions can help reduce bullying behavior. Punitive action suspension ചെയ്യണം എന്നാലേ പഠിക്കത്തുള്ളൂ. സോ മെയിൻ ആയിട്ടും അതോറിറ്റി ഇതിനൊരു കെട്ടുറപ്പുള്ള തീരുമാനം എടുക്കുക. ഓക്കെ ആണോ? ഓക്കെ മാം. അപ്പൊ ഇനി നമുക്കൊരു 4 ചാപ്റ്റർ കൂടിയാണ് എടുക്കാനുള്ളത്. 2 ആഴ്ച, 3 ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോ അടുത്ത ആഴ്ചയില് വ്യാഴം, വെള്ളി, ശനിയാണ് സോഷ്യൽ വരാ. തിങ്കൾ, ചൊവ്വ, ബുധൻ ഏതാണ്? നമ്മുടെ സ്വന്തം 105. നാളെ 105ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇരുന്ന് കണ്ടോളാം. അത് ഞാൻ എടുക്കൂല, സെക്കൻഡ് ചാപ്റ്റർ മുതലായിരിക്കും എടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഹോപ്പ് ദി ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ്, വെരി ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. നാളെ അല്ല, മൺഡേ. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.